ഇന്നത്തെ എൻ്റെ റെസിപ്പി കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി വയ്ക്കാൻ ഞാനിവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. നല്ല പച്ച പിടയ്ക്കുന്ന അയില, അതായത് നമുക്ക് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ കിട്ടിയ അയിലയാണ്. ഐസോ മരുന്നോ ഒന്നും അടിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള അയിലയാണ്. പച്ച അയില എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള അയിലയാണ്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ വലിയ അയില ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊന്നും ഈ വലിയ അയില ഇഷ്ടമല്ല. പക്ഷേ പച്ച അയില ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെയുള്ള അയിലയാണ് എനിക്ക് കിട്ടിയതും ഞാനിന്നിവിടെ കോട്ടയം സ്റ്റൈലുള്ള മീൻകറി വയ്ക്കാൻ എടുത്തതും. ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നല്ല മൂപ്പിക്കണം. ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതലിട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതൊന്ന് നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ ഉലുവ ഇട്ടിട്ട് കൊടുക്കണം. ഉലുവായും കരിയാപ്പില ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഈ മീൻകറി വയ്ക്കാൻ നോൺ സ്റ്റിക്ക് പാന് ഉപയോഗിക്കരുത്. ചട്ടിയിൽ തന്നെ വെക്കണം ഈ മീൻകറി. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചട്ടിയിൽ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണേ. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഉണ്ട്. ഈ മീൻകറി വയ്ക്കുന്നതിന് മല്ലിപ്പൊടി അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാനിവിടെ മുളക് പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്, എങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ പൊടിയാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ല ഒന്ന് വഴട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഈ വെള്ളം നമ്മൾ നല്ല വഴട്ടിയെടുക്കണം. ഈ പൊടി ഈ വെള്ളത്തിൽ ഇട്ട് നല്ല വഴട്ടിയെടുക്കണം. പൊടി എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. ഇതിപ്പോൾ അതാ വഴട്ടി നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ പൊടി വഴറ്റുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പുളിയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റണം. അപ്പം നമുക്ക് അധികം പുളി ആവശ്യമില്ല. ഇതിനകത്തിട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ല പുളി ഇറങ്ങിക്കോളും. അപ്പം നമ്മൾ നല്ല വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല വഴണ്ട് വന്നതിന് ശേഷം വേണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീനിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നുവെച്ചാൽ മീൻ ആണെങ്കിൽ അധികം വേവൊന്നുമില്ല. അത് നമ്മൾ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ മീനൊക്കെ വേവും. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീനിട്ട് കൊടുക്കാം. നോക്കിക്കേ, ആ മീനാണെങ്കിൽ എന്ത് പച്ച മീനാന്ന് കണ്ടോ. അടിപൊളി മീനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കറിക്കും. നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം അധികം വരുന്നത് ഇപ്പം പിറ്റേ ദിവസമൊക്കെ അധികം വരില്ലേ, അത് വെളിയിൽ വെച്ചിരുന്നാൽ ചീത്തയാകത്തില്ല. ചൂടാക്കി ഇരുന്നാലും ചീത്തയാകത്തില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ വെളിയിൽ വെച്ച് തന്നെ നമുക്ക് ഇത് ചൂടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.